നമസ്കാരം. ഇലക്ട്രോപോയിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഓണം കാര്യങ്ങളൊക്കെ അടുത്ത് വരികയാണ്. അതിനോടനുബന്ധിച്ച് നമ്മളൊരു തട്ടിപ്പൊളിപ്പുള്ള ആംപ്ലിഫയർ, അതായത് സബ്ബൊക്കെ വെച്ച് അടിച്ചു പൊളിക്കാനുള്ള ഒരു ആംപ്ലിഫയർ ആയിട്ടാണ് ഇപ്രാവശ്യം വന്നേക്കണേ. അത് ആംപ്ലിഫയറിൻ്റെ റിവ്യൂ മാത്രമല്ല, സിമ്പിളായിട്ട് നിങ്ങൾക്ക് ഇങ്ങനെ ഒരു സബ്വൂഫറിൻ്റെ ഒരു ആംപ്ലിഫയർ ഉണ്ടാക്കാം. അങ്ങനത്തെ ഒരു കാര്യത്തിലേക്ക് വിശേഷത്തിലേക്ക് വേണ്ടിയിട്ടാണ് നമ്മൾ വന്നേക്കുന്നത്. അപ്പോൾ അതെങ്ങനെ ചെയ്യാം, ഏതൊക്കെ രീതിയിൽ ചെയ്യാം എന്നുള്ളതിനെ കുറിച്ച് നമുക്ക് പറയാം. ഇപ്പോൾ നിങ്ങളുടെ ഫ്രണ്ടിൽ കാണുന്ന ആ ഒരു പർട്ടിക്കുലർ പ്രോഡക്റ്റാണ് നമ്മൾ എങ്ങനെ ചെയ്യാം, എത്ര സിമ്പിളായിട്ട് നമുക്കിത് ചെയ്തെടുക്കാം എന്നുള്ള അതിലേക്ക് വരുന്നത്. ബേസിക്കായിട്ട് ഒരു ഇലക്ട്രോണിക്സിനെ കുറിച്ച് അറിയാവുന്ന ഒരാൾക്ക് വളരെ സിമ്പിളായിട്ട് സബ്വൂഫറിന് വേണ്ടി ഒരു ആംപ്ലിഫയർ ചെയ്തെടുക്കാനുള്ള സാധനങ്ങൾ എന്തൊക്കെ വേണം എന്നൊക്കെയുള്ളതിനെ കുറിച്ചാണ് പറയാൻ പോകുന്നത്. അപ്പോൾ നമ്മൾ നമ്മുടെ ഒരു സബ്സ്ക്രൈബറിന് വേണ്ടിയിട്ട് വളരെ നല്ല രീതിയിൽ എന്താ പറയുക, മറ്റുള്ള കുറവുള്ള കാര്യങ്ങളില്ലാതെ ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട് അസംബ്ലി ചെയ്തിട്ടുള്ളൊരു ആമ്പാണിത്. അപ്പോൾ ഫസ്റ്റ് നമുക്ക് അതിൻ്റെ എന്താ പറയുക, എന്തൊക്കെ സാധനങ്ങൾ വേണം, എങ്ങനെ വേണം എന്നുള്ളതിൻ്റെ ആ ഒരു ഡീറ്റെയിൽസിലേക്ക് കിടക്കാം. അപ്പോൾ നമ്മളുടെ അസംബ്ലിങ് വീഡിയോയ്ക്ക് മുന്നായിട്ട് ഇതിന് എന്തൊക്കെ വേണം ഈ ആംപ്ലിഫയർ ചെയ്യാനായിട്ടെന്നുള്ളതിനെ കുറിച്ചാണ്. ഏതൊരാൾക്കും, ഏതൊരു തുടക്കക്കാരനും നല്ല രീതിയിൽ ഒരു സബ്വൂഫറിന് വേണ്ട ആംപ്ലിഫയർ ചെയ്തെടുക്കുക എന്നുള്ള രീതിയിലാണ് ഇതിൻ്റെ കാര്യങ്ങൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. ഓക്കെ, അപ്പോൾ മേക്കിംഗ് വീഡിയോ എന്നുള്ളതിനേക്കാളും കൂടുതൽ എന്തൊക്കെ വേണം, അതുപോലെ തന്നെ അതിൻ്റെ ഭാഗമായിട്ട് തന്നെ ഇതിൻ്റെ മേക്കിംഗ് വീഡിയോ കൂടെ അതിൽ കാണിക്കുന്നുണ്ട്. അപ്പോൾ പ്രധാനമായിട്ടും ഒരു ക്യാബിനറ്റാണ്, നമ്മളൊരു സാധാരണ കെൻവുഡിൻ്റെ ഒരു ക്യാബിനറ്റാണ് നമ്മൾ ഇതിൻ്റെ അത് യൂസ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഒരു 3.25 ഇഞ്ച് ഹൈറ്റിൽ വരുന്നൊരു ക്യാബിനറ്റാണ് നമ്മളോട് സാധാരണയായിട്ട് യൂസ് ചെയ്യുന്നതാണ്. പിന്നെ അതേപോലെ തന്നെ അക്രലിക്കിൻ്റെ പാനൽ നമ്മളായിട്ട് ഡിസൈൻ ചെയ്തിട്ടുള്ള പാനലാണ്. ഇതിലൊരു വലിയ നോബ് നമ്മൾ യൂസ് ചെയ്തിട്ടുണ്ട്, പവർ സ്വിച്ച് യൂസ് ചെയ്തിട്ടുണ്ട്. നിങ്ങൾക്ക് നിങ്ങളുടെ ഇഷ്ടം അനുസരിച്ച് റെഡിമെയ്ഡ് പാനൽസ് വേണമെങ്കിൽ യൂസ് ചെയ്യാം, കോസ്റ്റ് കുറയ്ക്കും കുറച്ചുകൂടെ. അപ്പോൾ ഇതിൽ നമ്മൾ കുറച്ചുകൂടെ നല്ല രീതിയിലൊരു ഡിസൈൻ വേണമെന്നുള്ളതുകൊണ്ട് ലോജിക് ബ്രാൻഡ് ചെയ്തിട്ടുള്ളൊരു പാനൽ നമ്മൾ യൂസ് ചെയ്യുന്നുണ്ട്. പിന്നെ പ്രധാനമായിട്ടും പറയുകയാണെന്നുണ്ടെങ്കിൽ ഒരു പവർ ആംപ്ലിഫയർ ബോർഡ്, ബിൽറ്റ് ഇൻ പവർ സപ്ലൈ ആൻഡ് സബ് ഫിൽറ്റർ എല്ലാം കൂടി വരുന്ന ടൈപ്പിലുള്ള ഒരു ആംപ്ലിഫയറിൻ്റെ ബോർഡ് DTEC ബ്രാൻഡിലുള്ളതാണ്. തോഷിബയുടെ 5200-1943 കോമ്പിനേഷനിലുള്ള സിംഗിൾ പെയർ ട്രാൻസിസ്റ്ററാണ് യൂസ് ചെയ്തിട്ടുള്ളത്. 4700 കപ്പാസിറ്റർ യൂസ് ചെയ്തിട്ടുള്ള 4 കപ്പാസിറ്റർ യൂസ് ചെയ്തിട്ടുള്ള പവർ സപ്ലൈ, ഹെവി ആയിട്ടുള്ളൊരു പവർ സപ്ലൈ വിത്ത് ഫ്യൂസ്. അതുപോലെ തന്നെ നമുക്കിതിൻ്റെ ഗെയിനിന് വേണ്ടി സെപ്പറേറ്റ് പ്രീസെറ്റ് കാര്യങ്ങളൊക്കെ യൂസ് ചെയ്തിട്ടുള്ള ബോർഡാണ്. അതുപോലെ അതിൻ്റെ PCB അടിഭാഗത്ത് നോക്കി കഴിഞ്ഞാൽ നല്ല രീതിയിൽ ക്വാളിറ്റി ആയിട്ട് ടിൻഡഡ് ആയിട്ടാണ് വരുന്നത്. അതുപോലെ തന്നെ ഒരു ട്രാൻസ്ഫോമർ യൂസ് ചെയ്തിട്ടുണ്ട്. 5 ആംപിയറിൽ വരുന്ന ഒരു 27/27 ട്രാൻസ്ഫോമർ, 12/12 ടാപ്പിംഗ് വരുന്ന രീതിയിലുള്ള ട്രാൻസ്ഫോമറാണ് നമ്മൾ യൂസ് ചെയ്തിട്ടുള്ളത്. ഹൈറ്റ് കുറവാണെങ്കിലും അത്യാവശ്യം കോർ ഏരിയ ഉള്ള ഒരു ട്രാൻസ്ഫോമറാണ്. പിന്നെ വരുന്ന ഒരു പവർ കോഡ് ആക്ച്വലി നല്ല ക്വാളിറ്റി വരുന്നൊരു പവർ കോഡാണ് നമ്മൾ യൂസ് ചെയ്തിട്ടുള്ളത്. പിന്നെ കണക്റ്റിംഗ് വയേഴ്സ്, ഷീൽഡഡ് വയേഴ്സ്, അങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം ഫാൻ ഒരെണ്ണം യൂസ് ചെയ്തിട്ടുണ്ട്. അതേപോലെ തന്നെ നമ്മൾ ബോട്ടം ബുഷ്, അതുപോലെ തന്നെ സ്പീക്കർ സോക്കറ്റ്, RC സോക്കറ്റ് യൂസ് ചെയ്തിട്ടുണ്ട്. പിന്നെ അതിൻ്റെ ഫാനിനും ലൈറ്റിനൊക്കെ വേണ്ടിയിട്ടുള്ള ഒരു പവർ സപ്ലൈ, ഒരു സെപ്പറേറ്റർ പവർ സപ്ലൈ നമ്മൾ യൂസ് ചെയ്തിട്ട് ഒരു വോളിയം കൺട്രോൾ എക്സ്ട്രാ യൂസ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇത്രയൊക്കെ സാധനങ്ങളാണ് നമുക്ക് ഈ ഒരു ആംപ്ലിഫയർ ചെയ്യാനായിട്ട് നമുക്ക് വേണ്ടി വന്നിട്ടുള്ളത്. പിന്നെ ആസ് യൂഷ്വൽ നമ്മൾ ഗമ്മ് അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ എക്സ്ട്രാ എടുത്തിട്ടുണ്ട്. അപ്പോൾ നിങ്ങളിതിൻ്റെ അസംബ്ലിങ് വീഡിയോ കണ്ടിട്ട് വരിക. അത് കഴിഞ്ഞിട്ട് നമുക്ക് ഇതിനെ എങ്ങനെയാണ്, എന്തൊക്കെയാണ് വർക്കിംഗ് പെർഫോമൻസ്, എങ്ങനെയാണ് നമ്മൾ കണക്ട് ചെയ്തിട്ടുള്ളത് എന്നുള്ളത് കാണിച്ചു തരാം. ഓക്കെ.
വർക്കിംഗ് അസംബ്ലിംഗ് വീഡിയോ കണ്ടിട്ടുണ്ടാവുമെന്ന് വിശ്വസിക്കുന്നു. അപ്പോൾ നമുക്കിതിൻ്റെ റിവ്യൂ ഓൾറെഡി കാര്യങ്ങളൊക്കെ പറഞ്ഞിട്ടുള്ളതാണ്. എങ്കിൽ കൂടെ നമുക്കൊന്നുകൂടെ പറയാം. നമ്മളുടെ തന്നെ ഡിസൈനിലുള്ള പാനലാണ് നമ്മളിവിടെ യൂസ് ചെയ്തിട്ടുള്ളത്. അക്രിലിക്കിലെ ഒരു ബ്രാൻഡഡ് സിസ്റ്റത്തിൻ്റെ ലുക്ക് കിട്ടുന്ന രീതിയിലുള്ള ഒരു പാനലാണ്. പിന്നെ ഒരു കൺട്രോൾ നോബ്, മെറ്റൽ ടൈപ്പുള്ള ഒരു കൺട്രോൾ നോബ്, നല്ല രീതിയിലുള്ള കൺട്രോൾ നോബ് യൂസ് ചെയ്തിട്ടുണ്ട്. ഒരു പവർ സ്വിച്ച്, ഹെവി ആയിട്ടുള്ള പവർ സ്വിച്ച് യൂസ് ചെയ്തിട്ടുണ്ട്. ലോജിക് എന്നുള്ള ബ്രാൻഡാണ് നമ്മളിവിടെ എടുത്തിട്ടുള്ളത്. ഈ ആംബ് നമ്മുടെ ഒരു സബ്സ്ക്രൈബറിന് വേണ്ടി നമ്മൾ ചെയ്തെടുത്തിട്ടുള്ളതാണ്. പുള്ളി പറഞ്ഞിരുന്നു സിമ്പിളായിട്ട് ചെയ്തെടുത്താൽ മതി, ഒരു അത്യാവശ്യം പവർഫുൾ ആയിരിക്കണം, സിമ്പിളായിരിക്കണം, കാണാൻ ലുക്ക് വേണം. പിന്നെ പുള്ളിയുടേതായ കുറച്ച് സജഷൻസ് ഉണ്ടായിരുന്നു, അതിനെ ബേസ് ചെയ്തിട്ടാണ് നമ്മൾ ചെയ്തെടുത്തിട്ടുള്ളത്. അപ്പോൾ അതുപോലെ തന്നെ ഇതിൻ്റെ ബാക്ക് സൈഡിൽ നമുക്ക് എന്തൊക്കെയാണെന്ന് കാണാം. ബാക്ക് സൈഡ് വളരെ മിനിമലാണ്. ഒരു RC സോക്കറ്റ് ഉണ്ട്. RC സോക്കറ്റിൽ ഇൻപുട്ടുകൾ വരുന്നത് സാധാരണ ഒരു സബ് ആംപ്ലിഫയറിന് വരുന്ന പ്രീ ഇൻപുട്ട് നമ്മൾക്ക് കൂടെ കൊടുക്കാം. അതിൻ്റെ തന്നെ പാനൽ ചെയ്തിട്ടുള്ളൊരു പ്രീ ഔട്ട്പുട്ട് നമുക്കിവിടെ ഉണ്ട്. പിന്നെ സബ് ഫിൽറ്ററിൻ്റെ ഔട്ട്പുട്ട് ഇപ്പോൾ വേറെ എക്സ്റ്റേണൽ ഒരു ആംബിലേക്ക് കൊടുക്കണം എന്നുണ്ടെങ്കിൽ അതിനൊരു സബ് ഫിൽറ്ററിൻ്റെ ലോ ഫ്രീക്വൻസി ഔട്ട്പുട്ടും നമ്മൾ ഇതിൽ ഇട്ടിട്ടുണ്ട്. അതുപോലെ തന്നെ സ്പീക്കർ സോക്കറ്റ് ഒരെണ്ണം വർക്ക് ചെയ്യുള്ളൂ. നമ്മൾ ഒരെണ്ണം ഡമ്മിയായിട്ട് നമ്മൾ കൊടുത്തിട്ടുള്ളതാണ്. ഫാന് കാര്യങ്ങളെല്ലാം നമ്മൾ ഉള്ളിലാണ് കൊടുത്തിട്ടുള്ളത്. പവർ കോഡ് നമ്മൾ നല്ല രീതിയിലുള്ള പവർ കോഡ് നമ്മൾ യൂസ് ചെയ്തിട്ടുണ്ട്. പ്ലഗ് ഇൻ ടൈപ്പ് അല്ല, ഇതിൽ ഉള്ളിൽ തന്നെ നമ്മൾ സീൽ ചെയ്തിട്ടുള്ള ടൈപ്പാണ് വന്നിട്ടുള്ളത്. പിന്നെ ഇതിൻ്റെ ഉള്ളിലത്തെ വ്യൂ എന്താണെന്നുള്ളത് നമുക്ക് കാണാം. നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ തന്നെ വളരെ സിമ്പിളാണ് എൻ്റെ അസംബ്ലിങ് കാര്യങ്ങളെല്ലാം. അപ്പോൾ ട്രാൻസ്ഫോമർ വെച്ചിരിക്കുന്നു. ട്രാൻസ്ഫോമർ ഏകദേശം 5 ആമ്പിയർ വരുന്ന ട്രാൻസ്ഫോമറാണ്. 27 ടാപ്പിംഗ് ഉണ്ട്. അതേപോലെ തന്നെ 12.0.12 ടാപ്പിംഗ് ഉണ്ട്. 12.0.12 നമ്മൾ ഫാനിന് വേണ്ടി, ലൈറ്റിന് വേണ്ടിയാണ് യൂസ് ചെയ്തിട്ടുള്ളത്. 27.27 നേരെ ആ ടാപ്പിംഗ് നമ്മൾ ഡിടെക്കിൻ്റെ ബോർഡിനെ കുറിച്ച് നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു. നല്ല രീതിയിൽ ഹീറ്റ് സിങ്ക് കൊടുത്തിട്ടുള്ള, അത്യാവശ്യം നല്ല രീതിയിലുള്ള ഹീറ്റ് ഡെസിപ്പിഷൻ വരുന്ന ഹീറ്റ് സിങ്ക് കൊടുത്തിട്ടുള്ള ഒരു ബോർഡാണ്. 52001943 കോമ്പിനേഷനിലുള്ള ഒരു സിംഗിൾ പെയർ ട്രാൻസിസ്റ്റർ വെച്ചിട്ടുള്ള ഒരു ബോർഡാണ്. ഏകദേശം 100 വാട്ട്സ് ഔട്ട്പുട്ട്, അത്രയും നമുക്ക് പ്രതീക്ഷിക്കുന്നത് ഇന്ന്. പിന്നെ അതിൻ്റെ പവർ സപ്ലൈയും അത്യാവശ്യം ഹെവി ആയിട്ടാണ് ചെയ്തിട്ടുണ്ട്. 4704 കപ്പാസിറ്റർ വെച്ചിട്ടുള്ള പവർ സപ്ലൈ ആണ്. 6 ആമ്പിയർ ഡയോഡാണ് നമ്മൾ യൂസ് ചെയ്തിട്ടുള്ളത്. അതേപോലെ തന്നെ ഫ്യൂസ് കാര്യങ്ങളെല്ലാം ഇതിൽ വന്നിട്ടുള്ളത്. നമ്മൾ സെപ്പറേറ്റ് ഫ്യൂസ് കാരിയറോ കാര്യങ്ങളൊന്നും യൂസ് ചെയ്തിട്ടില്ല. പിന്നെ ഇതിൽ യൂസ് ചെയ്തിട്ടുള്ള സബ് ഫിൽറ്റർ എന്ന് പറയുന്നത് എല്ലാം 324 ബേസ് ചെയ്തിട്ടുള്ള സബ് ഫിൽറ്ററാണ്. നല്ല രീതിയിലുള്ള ഗെയിനിന് വേണ്ടിയിട്ട് ട്യൂൺ ചെയ്തിട്ടുള്ള സബ് ഫിൽറ്ററാണ്. അവർ തന്നെ ട്യൂൺ ചെയ്തിട്ടുള്ളതാണ്. പിന്നെ ഔട്ട്പുട്ട് ആക്ച്വലി നല്ല രീതിയിൽ, ശരിക്കും 10 ഇഞ്ചിന് സൂട്ടബിൾ ആണെങ്കിൽ പോലും 12 ഇഞ്ചൊക്കെ സുഖമായിട്ട് ഡ്രൈവ് ചെയ്യുന്ന രീതിയിലാണ് ഈ ആംപ്ലിഫയറിൻ്റെ പെർഫോമൻസ്. പിന്നെ നമ്മളൊരു ഫാൻ കൊടുത്തിട്ടുണ്ട്. ഫാനിൻ്റെ ജസ്റ്റ് വെന്റിലേഷൻ സാധ്യമാവണം എന്നുള്ളതിൽ മാത്രമാണ് ആ ഫാൻ കൊടുത്തിട്ടുള്ളത്. കാരണം ഈ ഒരു ആംപ്ലിഫയറിൻ്റെ ബോർഡിന് അങ്ങനെ ഒരു ഫാനിൻ്റെ ആവശ്യം നമുക്ക് ഫീൽ ചെയ്തിട്ടില്ല. പക്ഷേ എങ്കിൽ പോലും നമ്മളത് കൊടുത്തു എന്ന് മാത്രമേ ഉള്ളൂ, ചെറിയൊരു വെന്റിലേഷൻ ചെയ്യാൻ വേണ്ടിയിട്ട്. പിന്നെ ഒരു ഒറ്റ കൺട്രോളാണ് നമുക്ക് ഇതിൻ്റെ അകത്ത് വരുന്നത്. വോളിയം കൺട്രോൾ, 47K വോളിയം കൺട്രോൾ ഇട്ട് നമുക്ക് ഇതിൽ തന്നെ പ്ലഗ് ഇൻ ടൈപ്പ് ആയിട്ടാണ് നമ്മൾ ചെയ്തിട്ടുള്ളത്. ഇപ്പോൾ അത്യാവശ്യം എന്തെങ്കിലും ആവശ്യം ഉണ്ടെങ്കിൽ നമുക്കിത് സിമ്പിളായിട്ട് റിമൂവ് ചെയ്യാവുന്ന രീതിയിലാണ് നമ്മൾ ചെയ്തിട്ടുള്ളത്. ഇൻപുട്ട് കാര്യങ്ങളെല്ലാം അതേപോലെ തന്നെ പ്ലഗ് തന്നെയാണ് നമ്മൾ കൊടുത്തിട്ടുള്ളത്. അത് RC സോക്കറ്റിലേക്ക് നമ്മൾ കണക്ട് ചെയ്തിരിക്കുന്നു. പിന്നെ അതേപോലെ തന്നെ നമുക്ക് പറയാനുള്ളത്, ഇതിന് നമ്മൾ സ്പീക്കർ പ്രൊട്ടക്ഷൻ യൂസ് ചെയ്തിട്ടില്ല. കാരണം കോസ്റ്റ് മിനിമലൈസ് ചെയ്യാൻ അവരുടെ കസ്റ്റമറുടെ നിർദ്ദേശപ്രകാരം തന്നെയാണ് നമ്മൾ ചെയ്തിട്ടുള്ളത്. പക്ഷേ നമുക്കിതിലൊരു ഡിലേയുടെ ആവശ്യം അങ്ങനെയുള്ള കാര്യങ്ങളൊന്നും ഇതിൻ്റെ ഔട്ട്പുട്ടിൽ നമുക്ക് ഫീൽ ചെയ്തിട്ടില്ല. അങ്ങനെ ഒരു കാര്യം കൂടി ഉണ്ട് ഇതിൽ, സ്പീക്കർ പ്രൊട്ടക്ഷൻ യൂസ് ചെയ്യാത്തതിനൊരു കാര്യം. അപ്പോൾ ഇത്രയൊക്കെയാണ് ഇതിൻ്റെ ഉള്ളിലെ വിശേഷങ്ങൾ. ബാക്കിയുള്ള കാര്യങ്ങൾ ഇതിൻ്റെ വർക്കിംഗ് വീഡിയോയിൽ ഇത് കാണാം. ഓക്കെ, ബൈ. അടുത്തൊരു വീഡിയോയിൽ കാണാവരെ ഗുഡ് ബൈ.